ഒടുവിൽ ആ കുഞ്ഞിനെ ഭർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു എന്ന് പറയുന്ന ഒരു വാർത്ത ഇന്നലെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമായിട്ടുണ്ടായിരുന്നു. ഒരുപാട് ചാനലുകൾ അതിൻ്റെ വാർത്തയൊക്കെ കൊടുത്തിരുന്നു. കാതിന് ഇമ്പുള്ളതും അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഒരു ആവേശത്തിനെ തൃപ്തിപ്പെടുന്നതുമായ ഒരുപാട് വീഡിയോസ് ഉണ്ടാവും. വിസാൽ മീഡിയ എന്തായാലും നിങ്ങളുടെ കാതിന് ഇമ്പുള്ളതോ നിങ്ങളുടെ കണ്ണിന് സന്തോഷമുള്ളതോ അല്ലെങ്കിൽ നിങ്ങളുടെ ആവേശത്തിന് തൃപ്തിപ്പെടുന്നതോ ഒരു വീഡിയോ ഉണ്ടാവില്ല. ഇതിൽ സത്യസന്ധമായ കാര്യങ്ങൾ നമ്മൾ പറയുള്ളൂ. അവിഹിതം പലരുടെയും ജീവിതം ഇല്ലാതാക്കിയിട്ടുള്ള വലിയൊരു ട്രാപ്പാണിത്. തുടക്കത്തിൽ ഭയങ്കര രസമായിരിക്കും, പക്ഷേ ഇത് വലിയൊരു പ്രശ്നത്തിലേക്ക് എത്തുന്ന സമയത്താണ് ഇതിൻ്റെ ഒരു ഭവിഷ്യത്ത് എത്രത്തോളം ഉണ്ട് എന്ന് എല്ലാവരും മനസ്സിലാക്കുന്നത്. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവ്. സോഷ്യൽ മീഡിയയിൽ വല്ലാതെ പ്രചരിക്കുന്ന ഒരു വാർത്തയാണ് കോഴിക്കോട് ബാലുശ്ശേരിയിൽ നിന്ന് ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞുമായിട്ട് കാണാതായതിനു ശേഷം പിന്നെ അതിൻ്റെ സുഹൃത്തിനൊപ്പം കാറിൽ വരുമ്പോൾ പിടികൂടിയൊരു വാർത്തയൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഒടുവിൽ ആ കുഞ്ഞിനെ ഭർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു എന്ന് പറയുന്ന ഒരു വാർത്ത ഇന്നലെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമായിട്ടുണ്ടായിരുന്നു. ഒരുപാട് ചാനലുകൾ അതിൻ്റെ വാർത്തയൊക്കെ കൊടുത്തിരുന്നു. ആ കുട്ടിയുടെ ഫോട്ടോ, ഭർത്താവിൻ്റെ ഫോട്ടോ, അതിൻ്റെ മറ്റാരൊക്കെയോ കുടുംബക്കാരൊക്കെ കൂടി ആ കുഞ്ഞിൻ്റെ ഒപ്പം ഇരിക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ടാണ് ആ കുഞ്ഞിനെ അതിൻ്റെ ഉപ്പാക്ക് എന്നെ വിട്ടുകൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ സത്യാവസ്ഥ ഒന്നും അറിയാതെയാണ് പല ചാനലുകളും ഇതിൻ്റെ വാർത്ത ചെയ്യുന്നത്. സത്യത്തിൽ ഈ ഒരു സ്ത്രീനെ കഴിഞ്ഞ ജൂലൈ 16 കാണാതായിട്ട് ഗംഭീരമായ അന്വേഷണത്തിൽ മനസ്സിലായൊരു കാര്യം, അവരുടെ വീടിനടുത്തുള്ള ഒരു മൊബൈൽ ഷോപ്പ് ഉടമയെയും കാണാതായിരുന്നു. അങ്ങനെ അതിൻ്റെ ഒരു കേസായിട്ട് പിന്നീട് വരെ വാളയാർ ചെക്ക് പോസ്റ്റിൽ നിന്ന് കഴിഞ്ഞ ദിവസമാണ് ഇവരെ കണ്ടെത്തിയത്. അതിന് മുൻപ് തന്നെ ഇവരെ ബാംഗ്ലൂരിൽ നിന്ന് കണ്ടെത്തിയെന്ന് പറഞ്ഞിട്ട് കുറേ വ്യാജ വാർത്ത ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന വാർത്തകളൊന്നും കണ്ണടച്ച് വിശ്വസിക്കണ്ട. അപ്പോൾ ഞാൻ ഈ കുട്ടിനെ ഇവർക്ക് തിരിച്ചു കൊടുത്തോ ഇല്ലയോ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അവരെ അന്ന് കോടതിയിൽ ഹാജരാക്കിയിട്ട് ആ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് ഭർത്താവിനും വീട്ടുകാർക്കൊക്കെ സമ്മതം കൊടുത്തത് സ്വാഭാവികമല്ലേ. കുറച്ച് ദിവസങ്ങളായിട്ട് കുഞ്ഞിനെ കാണാതായെന്ന് വാപ്പാക്ക് കുട്ടീനെ കാണണ്ടേ. ആ കുട്ടീനെ അതിൻ്റെ ഉമ്മയുടെ കൂടെ തന്നെയാണ് പറഞ്ഞയച്ചത്. അവരവരുടെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇതൊന്നും അറിയാതെ കുറേ സോഷ്യൽ മീഡിയയിൽ കുറേ വ്യാജ വാർത്തകൾ പ്രചരിക്കുക, അതിൻ്റെ പിന്നാലെ എന്നിട്ട് അവരെ കുറ്റം പറഞ്ഞെടുക്കുക. എന്തിനാണ് ഇപ്പോൾ അതിൻ്റെ ഒരു കാര്യമുള്ളത്? ആ ഒരു സ്ത്രീ അതിൻ്റെ സ്വന്തം വീട്ടിലേക്ക് കുഞ്ഞുമായിട്ട് പോയി. കാരണം ആ കുഞ്ഞിന് ഒരു 10-11 വയസ്സ് വരെ അതിൻ്റെ സംരക്ഷണം വേണ്ടത് അതിൻ്റെ ഉമ്മാൻ്റെ കയ്യിൽ തന്നെയാണ്. പിന്നെ ആ മറ്റവരുണ്ടല്ലോ കൂടെ കൊണ്ടുപോയ ഒരാൾ, അതിൻ്റെ വീട്ടിലേക്ക് പോയി. അയാളുടെ ഭാര്യ സ്വാഭാവികമായിട്ടും പിണങ്ങിയിട്ട് അവരെ വീട്ടിലേക്ക് പോയി. ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കുറേ ആളുകൾ ഇല്ലാത്ത കഥകൾ മെനഞ്ഞിട്ട് മനുഷ്യൻ്റെ ഉള്ള സന്തോഷവും സമാധാനവും കളയും. ഞാനൊരു കാര്യം ഞാൻ പറയാം, ഇനിയിപ്പോൾ ആ സ്ത്രീ അങ്ങനെ പോയി എന്നുണ്ടെങ്കിൽ പോലും ഞാൻ അവരെ കുറ്റപ്പെടുത്താൻ തയ്യാറല്ല. അവർ ചെയ്തത് തെറ്റാണ്. അപ്പം അതിൻ്റെ പേരിൽ ഒരുപാട് പേര് പറയും നീ അവരെ സപ്പോർട്ട് ചെയ്യുകയാണെന്ന്. ഇനി മുമ്പും അവരെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, ഒരു തെറ്റ് ചെയ്തു എന്ന് കരുതിയിട്ട് അവരെ പൊതുജന മധ്യത്തിൽ അധിക്ഷേപിക്കാൻ ഞാൻ തയ്യാറല്ല. ഞാൻ ഇപ്പോൾ പോലും ആ കൊണ്ടുപോയ ഒരാളെ ഫോട്ടോസൊന്നും ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടില്ല. ഒരുപാട് പേര് അവരെ ഫോട്ടോസ് വെച്ചിട്ട് ആദ്യം പറഞ്ഞിരുന്നത് ഏതോ ഒരു ഹിന്ദുവിൻ്റെ കൂടെ പോയതാണ്, സംഘിയുടെ കൂടെ പോയതാണ്, എന്തൊക്കെ തരം പുകിലുകളാണ് പറഞ്ഞുണ്ടാക്കുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നതൊന്നും വിശ്വസിക്കുക. നമ്മുടെ കാതിന് ഇമ്പുള്ളതും അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഒരു ആവേശത്തിനെ തൃപ്തിപ്പെടുന്നതുമായ ഒരുപാട് വീഡിയോസ് ഉണ്ടാവും. വിസാൽ മീഡിയ എന്തായാലും നിങ്ങളുടെ കാതിന് ഇമ്പുള്ളതോ നിങ്ങളുടെ കണ്ണിന് സന്തോഷമുള്ളതോ അല്ലെങ്കിൽ നിങ്ങളുടെ ആവേശത്തിന് തൃപ്തിപ്പെടുന്നതോ ഒരു വീഡിയോ ഉണ്ടാവില്ല. ഇതിൽ സത്യസന്ധമായ കാര്യങ്ങൾ നമ്മൾ പറയുള്ളൂ. ആ പറയുന്നൊരു കാര്യമാണ്, ആ കുഞ്ഞിനെ ഇപ്പോൾ ഉള്ളത് അതിൻ്റെ ഉമ്മാൻ്റെ കയ്യിൽ തന്നെയാണ്. അതാണ് ഞാൻ അവരെ കുറ്റം പറയേണ്ടെന്ന് പറഞ്ഞു. അതിലെന്താ പ്രശ്നം? തെറ്റു ചെയ്തു എന്ന് കരുതിയിട്ട് അവരെ കുറ്റപ്പെടുത്തണമെന്നും അധിക്ഷേപിക്കണമെന്നും അവരെ കുറേ പുലഭ്യങ്ങൾ പറയണമെന്നും അങ്ങനെ വല്ല നിയമമുണ്ടോ? അവരെ കയ്യിൽ അവർക്ക് താല്പര്യമില്ലാത്ത എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവരുടെ കയ്യിലുണ്ട്. അവർ ഭർത്താവ് ഗൾഫിൽ നിന്ന് വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ അവർ മാറിയിരുന്നു. അതിലപ്പുറം അതൊരു തെറ്റാണ് എന്ന് പറയാന്നല്ലാതെ അത് ശരിയായൊരു മാർഗ്ഗമല്ല. ഹസ്ബൻഡുമായിട്ടോ അല്ലെങ്കിൽ വൈഫുമായിട്ടോ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇങ്ങനെ ഇട്ടെറിഞ്ഞ് ചെയ്യല്ല വേണ്ടത്. അത് ഒരുപാട് കുട്ടികളുടെ കുടുംബത്തിൻ്റെ ഒക്കെ ഭാവി ഇല്ലാതാക്കും. ഇതൊക്കെ തെറ്റാണെന്ന് നമുക്ക് പറയാം. പക്ഷേ ഇവരെ അധിക്ഷേപിക്കാനോ ഇവരെ പരിഹസിക്കാനോ അല്ലെങ്കിൽ ഇവർക്കെതിരെ പുലഭ്യങ്ങൾ പറയാനോ നമുക്ക് ധാർമ്മികപരമായിട്ടോ നിയമപരമായിട്ടോ റൈറ്റ്സ് ഒന്നുമില്ല. അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ നിങ്ങൾ എന്ത് ആരോപണങ്ങൾ ഉന്നയിച്ചാലും ശരി, ഈ ഒരു ചാനലിൽ നിന്ന് മോശം ചെയ്തു എന്ന് കരുതിയിട്ടാണെങ്കിൽ പോലും അവരെ അധിക്ഷേപിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറല്ല. അപ്പോൾ സാധാരണ ഇത്തരം കേസുകളൊക്കെ കാണാൻ നമ്മുടെ ഒരു തൃപ്തിയാണ്. അത് അങ്ങനെ ആവട്ടെ, നമ്മളിവിടെ ജഡ്ജിമെന്റ് ചെയ്യാണ്. നമ്മളാണ് ഇവിടെ ജഡ്ജി. സോഷ്യൽ മീഡിയ അല്ല ജഡ്ജ് ഉള്ളത്. പല ചാനലുകളിലും ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കഥകളാണ് പടച്ചിറക്കുന്നത്. നഅൂദുബില്ലാ, അവർ സന്തോഷമായിട്ട് ജീവിച്ച നിങ്ങൾക്ക് എന്താണ്? അവരിപ്പം ഞാൻ തീരുമാനിക്കുകയാണ് ഇതൊക്കെ ഞാൻ പൊറുത്തു ഒന്നിച്ച് ജീവിച്ചാൽ നാട്ടുകാർക്ക് എന്താ പറയാനുള്ളത്? അപ്പോൾ നമ്മളൊരു കാര്യം പറയുന്ന സമയത്ത് ഒന്ന് സത്യസന്ധമായിരിക്കണം.
അതൊരാൾക്ക് വേദനിപ്പിക്കാനോ മറ്റോ ഇടവരരുത്. ജീവിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും, അവരുടെ കുടുംബക്കാരോ പ്രിയപ്പെട്ടവരൊക്കെ, അവരെ അധിക്ഷേപിക്കാനോ അവഹേളിക്കാനോ കാരണമാവരുത്. അപ്പം നിങ്ങൾ ചോദിക്കണ്ടാവും, ഇയാൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടില്ലേ? ഞാൻ എപ്പോഴാണ് വീഡിയോ ചെയ്തതെന്ന് അറിയോ? ഒന്ന് ഇതൊരു കേസായി, ഇതൊരു കാണാതായി എന്ന് പറയുമ്പോഴൊക്കെ നമുക്കറിയാം, കാരണം നമ്മളടങ്ങുന്ന ഗ്രൂപ്പിലൊക്കെ ഈ കാണാതായത് വരലുണ്ട്. നമ്മളതൊന്നും വീഡിയോ ചെയ്തിട്ടില്ല. ഈ ഭർത്താവ് വന്നിട്ട് മീഡിയ വണ്ണിൽ വന്നിട്ട് എൻ്റെ ഭാര്യയെ കാണാനില്ലെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ വീഡിയോ ചെയ്തത്. നമ്മളതിൻ്റെ കാര്യകാരണങ്ങൾ പറഞ്ഞു. അപ്പോൾ പോലും നമ്മളൊരാളെയും അധിക്ഷേപിക്കാൻ തയ്യാറായിട്ടില്ല, ഒരാളെയും നമ്മൾ മോശമാക്കി പറഞ്ഞിട്ടില്ല. അവിഹിതം എന്ന് പറയുന്നത്, അത് എക്സ്ട്രാ മാറ്റിൽ അഫെയർ എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ ഒരു ലേഡി പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടോക്ക്. അവിഹിതം പലരുടെയും ജീവിതം ഇല്ലാതാക്കിയിട്ടുള്ള വലിയൊരു ട്രാപ്പാണത്. തുടക്കത്തിൽ ഭയങ്കര രസമായിരിക്കും, പക്ഷേ ഇത് വലിയൊരു പ്രശ്നത്തിലേക്ക് എത്തുന്ന സമയത്താണ് ഇതിൻ്റെ ഒരു ഭവിഷ്യത്ത് എത്രത്തോളം ഉണ്ട് എന്ന് എല്ലാവരും മനസ്സിലാക്കുന്നത്. നമുക്ക് ചുറ്റിലും ഒരുപാട് പേരുണ്ട് മാനസികമായിട്ട് ഈ ഒരു പ്രശ്നത്തിലകപ്പെട്ട് എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. ശരിക്കും ഇത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടത് അവരെ പേഴ്സണലി കൃത്യമായിട്ട് കേട്ട് അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി അതിന് വേണ്ട രീതിയിലുള്ള സൊല്യൂഷൻസ് ആണ്. അതിലൂടെ നിങ്ങളുടെ പ്രയാസങ്ങൾ എന്താണെങ്കിലും അത് കൃത്യമായിട്ട് ഓപ്പണായിട്ട് പറഞ്ഞ് അതിന് വേണ്ട സൊല്യൂഷൻസ് നിങ്ങൾക്ക് തന്ന് നിങ്ങളെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം തന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ഇതൊക്കെ നമ്മുടെ ലൈഫിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒക്കെ നഷ്ടങ്ങൾ വരിക നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്കാണ്. ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. ആ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ തെറ്റായ തീരുമാനം എടുക്കും. എല്ലാവർക്കും ശരിയായ തീരുമാനം പെട്ടെന്ന് എടുക്കാൻ കഴിഞ്ഞോളുന്നില്ല. അത് അവരൊരു തെറ്റായ തീരുമാനമാണ്. അവരങ്ങനെ സംഭവിച്ചു പോയി. ഇനി നമ്മൾ അവരെ അധിക്ഷേപിച്ചിട്ടും പൊതുജന മധ്യത്തിൽ അവഹേളിച്ചിട്ടും എന്താണ് നമുക്കൊരു പ്രയോജനമുള്ളത്? ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുള്ളൂ. ഞാൻ ചിന്തിച്ചത് തെറ്റാണെങ്കിൽ നിങ്ങളോട് ക്ഷമിക്കുക, ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതായാലും ഇങ്ങനെ ഒരു തീരുമാനമായിട്ട് മുന്നോട്ട് പോകാനാണ് എനിക്കിഷ്ടം. കാരണം നമ്മളൊരാളെയും എന്ത് ചെയ്യാൻ പാടില്ല, അധിക്ഷേപിക്കാനോ അല്ലെങ്കിൽ അവഹേളിക്കാനോ പാടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇന്ന് കേട്ടൊരു വാർത്തയാണ്, ഇതുപോലെ കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമേ ആയിട്ടുള്ളൂ. ഈ 6 മാസം കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യ ഗർഭിണിയായപ്പോൾ ഇയാൾക്ക് സംശയം, ഇത് തൻ്റെ തന്നെ കുഞ്ഞാണോ എന്നുള്ളത്. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ആകെ 6 മാസം കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് ഗർഭിണിയായപ്പോൾ ഇയാൾക്ക് സംശയം, ഇത് തൻ്റെ കുട്ടിയാണോ എന്നുള്ളത്. ഭാര്യ പറഞ്ഞു, പിന്നെ ആരുടെ കുട്ടിയാണ്, വേറെ ആരുടെ കുട്ടിയാണ്. പക്ഷേ ഇയാൾ ഇതിനെ ചൊല്ലിയിട്ട് നിരന്തരം വഴക്കിനൊടുവിൽ അവളെ കഴുത്ത് പിടിച്ച് ഞെക്കിയിട്ട് അവളെ തീർത്ത് കളഞ്ഞിട്ട് പോലീസ് ഇയാളെ പിടികൂടിയപ്പോൾ ഇയാൾ പറഞ്ഞൊരു പോയിന്റാണ് ഞാൻ പറയാനുള്ള ഒരു പ്രധാന കാര്യം. അയാൾ പറയുന്നത്, എനിക്ക് കുട്ടികളുണ്ടാവില്ല, എനിക്കറിയാം, വിവാഹത്തിന് മുൻപ് ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് എനിക്കൊരിക്കലും കുട്ടികളുണ്ടാവില്ല. ഞാൻ ഈ വിവരം എൻ്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പം എൻ്റെ ഭാര്യ ഗർഭിണിയാവണം എന്നുണ്ടെങ്കിൽ ഇതിൽ വേറെ ആൾക്ക് പങ്കില്ലേ? ഈ ചോദ്യം പോലീസുകാരെ പോലെ ഞെട്ടിച്ചു. ഇത് ഇന്നലെ നടന്നൊരു ക്രൈമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ. കഴിഞ്ഞ ദിവസം കൊട്ടാരക്കയിൽ നിന്നൊരു പ്രായപൂർത്തിയാവാത്തൊരു പെൺകുട്ടിയെ കാണാതായ വിഷയം നമ്മൾ പറഞ്ഞിരുന്നു. ആ പെൺകുട്ടീനെ കാണാതായ ഇപ്പോൾ അവൻ്റെ കൂടെ പോയവൻ്റെ പൂനെയിൽ നിന്നാണ് പിന്നെ കിട്ടിയതിട്ടാ. ഒരുപാട് കിലോമീറ്ററുകളോളം പോലീസ് പോയിട്ടാണ് അവരെ പൊക്കിക്കൊണ്ടുവന്നത്. അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞതാണ്, ഞാൻ വീട്ടിലേക്ക് പോണില്ല, എനിക്ക് എന്തിനാ വീട്ടിൽ പോകണം, വീട്ടിൽ പോലെ അച്ഛനും അമ്മയും എന്നും വഴക്കാണ്, വീട്ടിലൊരു സുഖവും സമാധാനവും സന്തോഷവും ഇല്ല, ഈ കൊണ്ടയോൻ്റെ കൂടെ എനിക്ക് ജീവിച്ചാൽ മതി. ഏത് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടി ഈ ചെറുക്കൻ്റെ കൂടെ ജീവിച്ചാൽ മതി. അപ്പോൾ ഈ പെൺകുട്ടിനെ വീട്ടിൽ നിന്ന് മാറ്റിയത്, അല്ലെങ്കിൽ ഈ പെൺകുട്ടി വീട്ടിൽ നിന്ന് ഒളിച്ചോടാൻ കാരണം അതിൻ്റെതായ ഒരു ന്യായം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ എല്ലാത്തിനും എന്തുണ്ടായിരിക്കും, അവരെ ന്യായീകരിക്കുന്ന ഒരു ന്യായീകരണം ഉണ്ടാവും. ആ ന്യായീകരണം പറഞ്ഞിട്ട് നമ്മളത് ചെയ്യുന്നൊരു കാര്യം തെറ്റാണോ ശരിയാണോ എന്നുള്ളതാണ്. അത് ഭർത്താവും കുഞ്ഞുങ്ങളുള്ള ഒരാൾ ഇങ്ങനെ വേറൊരാളുടെ കൂടെ പോയിട്ട് മാറി നിൽക്കുക എന്നുള്ളത് എന്തല്ല, ഒട്ടും ശരിയായൊരു നടപടിയല്ല. പക്ഷെ വ്യാജ വാർത്തകൾ നിങ്ങൾ കേട്ട് വിശ്വസിക്കേണ്ട. എന്തായാലും നല്ലത് സംഭവിക്കട്ടെ. ആ കുഞ്ഞിന് അതിൻ്റെ വാപ്പയും ജീവിച്ചിരിപ്പുണ്ട്, ഉമ്മയും ജീവിച്ചിരിപ്പുണ്ട്, അവർക്ക് സന്തോഷമുള്ള ഒരു ഫ്യൂച്ചർ ഉണ്ടാവട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ശിഹാബ് തങ്ങളുടെ 17ാമത് ആണ്ട് ദിനമാണ്. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ശിഹാബ് തങ്ങളെ സ്നേഹിക്കാതെ ശിഹാബ് തങ്ങളെ അറിയാത്ത ഒരാളും ഉണ്ടാവില്ല. ഈ ഒരു നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം. നമ്മൾ ഇന്നലെ ചോദിച്ചിരുന്നു എത്രാമത്തെ ആണ്ടാണെന്ന്. 17ാമത്തെ ആണ്ടാണ്. നമ്മൾ ഇന്ന് ചോദിക്കുന്നൊരു ചോദ്യം, വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്തിൻ്റെ പേര് ഞാൻ മലയാളത്തിൽ പറയാം, നിങ്ങൾ അതിൻ്റെ അറബിയിൽ, അതായത് മലയാളത്തിൽ നിങ്ങൾ എഴുതിക്കോളൂ, അറബിയിലാണ് എഴുതേണ്ടത്. നമ്മൾ സാധാരണ ഖുർആൻ്റെ സൂറത്തിന് നമ്മൾ അറബിയിൽ തന്നെയാണ് പ്രയോഗിക്കൽ, പക്ഷേ ഞാൻ അതിൻ്റെ മലയാളം വേർഷനാണ് പറയുന്നത്. അപ്പോൾ ഏതാണ് സൂറത്ത് നിങ്ങൾ പറയണം കേട്ടോ. പശു എന്നുള്ളതാണ്. പശു എന്ന് പറയുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഒരുപാട് മതവിശ്വാസികൾ വളരെ ആദരവോടുകൂടി കാണുന്ന ഒരു മൃഗമാണ് പശു. ഇന്ത്യയിൽ തന്നെ ഒരു വിഭാഗം ഹിന്ദുക്കൾ പശുവിനെ ഒരു അമ്മയായിട്ടോ അല്ലെങ്കിൽ ഒരു ദിവ്യമായ ഒരു മൃഗമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. ലോകത്തങ്ങനെ പലയിടങ്ങളിലും ഈ രീതിയിലൊരു ആര്യ സംസ്കാരത്തിൽ ഈ പശുവിനോട് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഇങ്ങനെ പശു എന്നു പേരുള്ള ഒരു സൂറത്ത് നമ്മുടെ വിശുദ്ധ ഖുർആനിലുണ്ട്. ഏതാണ് ആ സൂറത്ത് എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം. അതിൻ്റെ ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.